ഇനിയെങ്കിലും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനോ ദോഷത്തെ കുറയ്ക്കാനോ സാധിച്ചെന്നിരിക്കില്ല. എല്ലാ വർഷവും പോലെ ഈ വർഷവും കടന്നു പോകും. അപ്പൊ അതല്ല, നമുക്ക് ഈ വർഷം കൂടുതൽ നേട്ടങ്ങളാണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം പ്രശ്നങ്ങൾക്ക് തടയിടുക, സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കുക. ആദ്യം പ്രശ്നങ്ങൾക്ക് തടയിടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ വീടിന്റെ സൗത്തിൽ ഒരു 6 റോഡ് വിൻചയം ഇടുക. 2, നിങ്ങളുടെ വീടിന്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ വീടിനുള്ളിൽ ഒരു 6 മെറ്റൽ കോയിൻസ് ഇടുക. 3, വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ഒരു 4 സ്ക്വയർ ഫീറ്റിന്റെ ബ്ലൂ മാറ്റ് ഇടുക. ഇതുമൂലം നിങ്ങൾക്കുണ്ടാകാവുന്ന ടോട്ടൽ ലോസുകളും ആരോഗ്യ പ്രശ്നങ്ങൾക്കും പറ്റിപ്പിനും ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹാരമായി മാറും. ചൈനീസ് വാസ്തുവിലെ ഫെങ്ഷി പ്രകാരമാണ് ഈ അറിവ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അടുത്തത്, നിങ്ങൾക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ലക്കി ബാമ്പു പ്ലാന്റ് വെക്കുക. വീടിന്റെ നോർത്ത് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കുക. വീടിന്റെ സെൻട്രൽ പോയിന്റിൽ ഒരു 6 റോഡ് വിൻചയം സ്ഥാപിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ദോഷങ്ങളെ പരമാവധി ലഘൂകരിക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷി പ്രകാരം ഉപയോഗിക്കാവുന്ന ടൂളുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫെങ്ഷിയുടെ ചില ടൂൾസ് നോക്കാം. ഇത് അരോന മത്സ്യം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ആണ്. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടിയിട്ട് ഇത് നോർത്തിൽ വെക്കാം. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടിയിട്ട് ഇത് സൗത്ത് ഈസ്റ്റിൽ വെക്കാം. ഇത് പഗോഡ ടവർ ആണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്റ്റഡി ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിലോ ലിവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിലോ വെക്കാം. ഇത് പേര് പ്രശസ്തി പെരുമയ്ക്ക് വേണ്ടിയിട്ട് വീടിന്റെ സൗത്തിൽ വെക്കാം, ലിവിംഗ് റൂമിന്റെ സൗത്തിൽ വെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ വീടിന്റെ സ്വീകരണമുറിയുടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് വെച്ച് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷിയിലൂടെ സാധിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.